നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബോബി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഡാറ്റാബേസിനെ കുറിച്ചോ അല്ല. ഇന്ന് നമ്മളുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തിനെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ആ വിപത്തെന്നല്ലേ? അതെ, നമ്മളുടെ യുവജനത ഇന്ന് നമ്മുടെ നാട് വിടുന്നു. എന്താണ് അതിന് കാരണം? ആരാണ് അതിന് ഉത്തരവാദി? നമ്മുടെ കുട്ടികളെയാണേലും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും പുതിയ തലമുറ പുതിയ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു പ്രായമായ സ്ത്രീയെ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി, ഒരു അസുഖം ബാധിച്ച് അവരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇന്ന് അവിടെ ഒരു ചെറുപ്പക്കാരനില്ല. അവരെല്ലാം വിദേശത്താണ്. അക്കൗണ്ടിൽ നിരവധി പണം കിടപ്പുണ്ടായിരിക്കും. പക്ഷേ അവരുടെ കൈ പിടിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആരുമില്ല. അതെ, കേരളം ഇന്നൊരു വൃദ്ധസദനമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാരും അറിയാത്ത ഒരു സത്യമാണിത്. നമ്മളുടെ വീടുകളിലുള്ള ചെറുപ്പക്കാരെല്ലാം എവിടെയാണ്? അവർ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ കമ്പനികളുടെ തലപ്പത്തിരുന്ന് അവരുടെ നാട് അവർ വളർത്തുകയാണ്. അവരെ ജനിച്ചു വളർന്ന ഇവിടെ നാട് അവർക്ക് വേണ്ടി ശ്വാസം മുട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് ചോദിക്കണം. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കേരളം കടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുക, അപ്പനമ്മമാർ മാത്രമേ ഉള്ളൂ വീട്. വലിയ വീടുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ആ വീടുകളിലൊന്നും നോക്കാനോ അല്ലെ അടിച്ചു വരാനോ പോലും ആരുമില്ല. പ്രായമായ 2 പേര് മാത്രം കാണും ആ വീട്ടിൽ. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ ഒക്കെ ഒന്ന് വിളിക്കുന്ന ഒരു വീഡിയോ കോൾ മാത്രമായിട്ട് മാറുകയാണ് അവർ അപ്പനും അമ്മയുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ. ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനൊക്കെ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? നമ്മളുടെ ഗവൺമെൻറ്റിനാണ്. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിന് നമ്മളുടെ ഈ യുവതലമുറയെ ഈ നാട്ടിൽ പിടിച്ചു നിർത്താൻ സാധിക്കാത്തത്? എന്ത് പ്രശ്നമാണ് ഇത് ഇവർക്കിടയിൽ ഉണ്ടാകുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത്, ഇപ്പോൾ പണ്ട് കളിയും ചിരിയും ഒക്കെ ആയി നടന്നുകൊണ്ടിരുന്ന സ്കൂളുകളൊന്നും ഇപ്പോൾ കുട്ടികളില്ലാതെ വളരെയധികം വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ABCD എന്നൊക്കെ പറഞ്ഞ് ഡിവിഷനുകളുണ്ടായിരുന്നു. ഇപ്പോഴത് ഒറ്റ ഡിവിഷനായിട്ടാണ് ക്ലാസ്സുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളില്ല. ഇതൊക്കെയാണ് പ്രശ്നം. അംഗനവാടികളിൽ കുട്ടികളില്ലാതെ പല അംഗൻവാടികളും പൂട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ നിങ്ങൾ ഉത്സവങ്ങളും പെരുന്നാളിനും ഒക്കെ ചെന്ന് നോക്കി, അവിടെയൊന്നും യുവതലമുറയെ കാണുവാനേ ഇല്ല നിങ്ങൾക്ക്. ഇതിനൊക്കെ ഉത്തരവാദി നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗവൺമെൻറ് തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. അവർ ഈ പുതുതലമുറയെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർക്ക് മെച്ചപ്പെട്ട ജോലി കൊടുക്കുന്നില്ല. ജീവിത നിലവാര സാഹചര്യങ്ങൾ അവർക്ക് വളർത്തി കൊടുക്കുന്നില്ല. പുതിയ തൊഴിൽ സംരംഭങ്ങൾ അവർ തുടങ്ങുന്നില്ല. ഇതൊക്കെയാണ് ഇവർക്ക് പ്രശ്നങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കുക. നമ്മുടെ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ജോലിയില്ലാതെ അവർ നടക്കുന്നു. ഈ അവസ്ഥയിലൂടെയാണ് പല ചെറുപ്പക്കാരും നടക്കുന്നത്. നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ ഒന്നും അവസ്ഥ പറയാതിരിക്കുക ചെയ്യേണ്ടത്. അവർക്ക് ഈ ജോലി കിട്ടാത്തതിൻ്റെയൊക്കെ നിരാശയുടെ പുറത്താണെങ്കിൽ അവർ മദ്യം മയക്കുമരുന്നിൻ്റെ പുറകെ അവർ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഗവൺമെൻറ് ഇവിടെ പുതിയ മദ്യങ്ങൾ പുറത്തിറക്കി അതിൻ്റെ പരസ്യങ്ങൾ ചെയ്ത് പുതിയ തലമുറയെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഏതെല്ലാം ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരും. അവസാനം നമ്മൾ അതൊന്ന് സാങ്ഷനാക്കി എടുത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ അത് പൂട്ടിക്കെട്ടേണ്ട അവസ്ഥ വരും. ഇതാണിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. ഇതൊക്കെ മാറണം. മാറി നമ്മൾ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോഴും പഴയ ആ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്. അതൊക്കെ മാറേണ്ട അവസ്ഥകൾ എന്നേ കഴിഞ്ഞു പോയെന്നറിയാം. ഇനി നമ്മുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ലോകം AIയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിൻ്റെയും പുറകെ പോകുമ്പോൾ നമ്മളിപ്പോഴും ആ പഴയ വിദ്യാഭ്യാസ രീതിയിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ കേരളം രക്ഷപ്പെടാതെ പോകുന്നത്. നമ്മൾ ലോകം സഞ്ചരിക്കുന്നതിനൊപ്പം സഞ്ചരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിദ്യാഭ്യാസ രീതിയിലോട്ട് പോയി അവിടുന്ന് നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. പുതിയ രീതിയിലോട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് സംവിധാനങ്ങൾ, ഇതിലൂടെയൊക്കെ വിദ്യാഭ്യാസ രീതികൾ മാറേണ്ട അവസ്ഥ എന്നേ കടന്നുപോയി നമ്മുടെ കേരളം. ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉയർന്ന വിദ്യാഭ്യാസ സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ ആകർഷിച്ചാണ് കുറേ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മൊബൈലിലൂടെയൊക്കെ കണ്ടു വളരുന്നത് അതാണ്. നമ്മളുടെ നാട്ടിലാണെങ്കിലും നമ്മളെ കുട്ടികളെ ചുമ്മാ പുസ്തകങ്ങൾ പഠിപ്പിച്ച് അവരെ വെറും പുസ്തകപ്പുഴുക്കളാക്കാതെ അവരെ പുതിയ തരം കലയിലേക്കും അല്ലെങ്കിൽ സ്പോർട്സിലേക്കും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ കുട്ടികൾക്കും എന്താണ് കഴിവെന്ന് മനസ്സിലാക്കി ആ ഒരു കഴിവിലൂടെ അവരെ വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്.
അതിന് പകരമായിട്ട് ഇവിടെ കുറേ പുസ്തകങ്ങൾ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കാണാതെ തലച്ചോറിനകത്ത് വെച്ച് ഇത് കാണാതെ പരീക്ഷ എഴുതുക. ഈ ഒരു രീതി സമ്പ്രദായം ഇവിടുന്ന് മാറണം. നമ്മൾ മറ്റ് രാജ്യങ്ങളെയൊക്കെ കണ്ടു പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവർ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുള്ളതാണ്. അവരുടെ കൊച്ചു കുട്ടികൾ പോലും റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെച്ചാണ് പഠന രീതികൾ അവരുടെ മുന്നോട്ട് പോകുന്നത്. ഇനിയാണെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ യുവാക്കൾ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്കത് സംരംഭം തുടങ്ങാനുള്ള അനുമതി കൊടുക്കണം. അതുപോലെ തന്നെ 6 മാസത്തോളം എങ്കിലും അവർക്ക് കുറഞ്ഞത് ഒരു നിയമപ്രശ്നങ്ങൾ അവർക്കുണ്ടാകാതിരിക്കാനുള്ള സംരക്ഷണം കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ പുതിയ തലമുറയെ നമ്മൾ ഈ നാട്ടിലേക്ക് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ സർക്കാർ ജോലികൾ നൽകുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ളവർക്കും മുൻഗണന നൽകിക്കൊണ്ട് അവരെ ഒരു നിശ്ചിത അളവിൽ ഒരേ രീതിയിൽ തന്നെ എല്ലാ ജനങ്ങളെയും സർക്കാർ ജോലികളിൽ എടുക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരു വിഭാഗത്തിലുള്ളവർക്ക് മാത്രം മുൻഗണന കൊടുക്കുമ്പോൾ തന്നെ അവരുടെ എണ്ണമാണ് കൂടുതൽ ഗവൺമെൻറ് ജോലികളിൽ വർദ്ധിക്കുന്നത്. മറ്റുള്ളവർക്ക് ജോലികൾ ലഭിക്കാത്ത അവസരത്തിലൂടെ വരും. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയുമായിട്ട് കൈകോർത്തുകൊണ്ട് ശമ്പളം വർദ്ധിപ്പിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്താൽ തന്നെ നമ്മുടെ കുട്ടികൾ എന്തിനാണ് വിദേശ രാജ്യങ്ങളിൽ പോയി പിന്നെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴം, പച്ചക്കറി, ധാന്യങ്ങൾ ഇവയൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് നമ്മളുടെ കേരളത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ജീവിത നിലവാരവും നല്ല പ്രോത്സാഹനവും നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാവുന്നുണ്ടെങ്കിൽ അവരിവിടെ പൊന്നു വിളയിക്കും. ആ ഒരു കാര്യത്തിൽ 100% എതിരഭിപ്രായവുമില്ല നമുക്ക്. ഒന്നാലോചിച്ച് നോക്കിയേ, പല കർഷകരും ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലാണ്. അവരിപ്പോഴൊരു കർഷകർ കൃഷി ചെയ്യുന്നു. ആ കൃഷിക്ക് ശരിയായ രീതിയിലുള്ള വില കിട്ടുന്നില്ല, അല്ലെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ കാരണം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പഴം, പച്ചക്കറി സാധനങ്ങൾ നിസ്സാര വിലയ്ക്ക് കേരളത്തിൽ വരുന്നു? ഇത് മുഴുവൻ വിഷമാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത്. നമ്മളുടെ നാട്ടിലുള്ള കർഷകർ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കുന്ന വസ്തുക്കൾ അവർക്ക് ശരിയായ വില കിട്ടുന്നില്ല. അല്ലെ ആ തമിഴ്നാടും അല്ലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിസ്സാര പൈസയേ ഉള്ളൂ. അതുകൊണ്ട് അവൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരിക്കലും അവൻ കൃഷിയിലേക്ക് പോകത്തില്ല ഒരു കർഷകരും. ശരിയായ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചക്കറികൾ അല്ലെ പഴം അങ്ങനെയുള്ള വസ്തുക്കൾക്ക് അത് വേറൊരു രീതിയിൽ വിൽക്കുക. നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന കൃഷിക്ക് ഇരട്ടി വില കൊടുത്ത് അത് ഗവൺമെൻറ് അതിനെ പ്രൊമോട്ട് ചെയ്യുക. അവർക്ക് കർഷകർക്ക് രക്ഷപ്പെടാവുന്ന രീതിയിൽ ഇത് വിഷമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നല്ല പച്ചക്കറികൾ ഇച്ചിരി കൂടെ വില കൂടുതലാണ്, ഇത് കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണ്, അങ്ങനെയുള്ള കർഷകരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കഴിയുമ്പോൾ വരും തലമുറയ്ക്കാണെങ്കിലും ഇത് കണ്ടിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി വരാനുള്ള അവർക്ക് പ്രചോദനം ലഭിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കർഷകർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് കർഷക കുടുംബങ്ങൾക്ക് അവർക്ക് ആരോഗ്യ ഇൻഷുറൻസിൽ പദ്ധതി തുടങ്ങുക, അവർക്ക് കുടുംബത്തിന് അതുപോലെ സാമ്പത്തിക നിലവാരം ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ നൽകുക, അതുപോലെ തന്നെ കൃഷി നാശങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് അതിന് ഒരു പ്രത്യേക സ്കീമുകൾ ഉൾപ്പെടുത്തുക. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്ത് ഗവൺമെൻറ്റിന് അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക. ഇതിപ്പോൾ കേരളത്തിൽ ഒരിക്കൽ കർഷകനായിട്ട് ഇപ്പോൾ പുതിയൊരു തലമുറയിലുള്ളൊരു പയ്യൻ കൃഷിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യത്തേക്കുള്ള അവൻ കൃഷി ചെയ്യാൻ ഇറങ്ങത്തില്ല. അതോടുകൂടി അവർക്ക് കാര്യം മനസ്സിലാവും. ഇതൊക്കെ അനുഭവത്തിൻ്റെ പുറത്താണ് നമ്മളും ഇത് സംസാരിക്കുന്നത്. നമ്മൾ ശരിക്കും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് വേണം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി. നമ്മളത് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉൽപ്പാദന കേരളമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതിനുള്ള കഴിവ് ഇവിടുത്തെ ചെറുപ്പക്കാർക്കുണ്ട്. ആ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വേണ്ടത്. അതാണ് ഇവിടെ ഇല്ലാത്തത്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് നല്ലൊരു കൃഷി രീതി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ കൊടുക്കുക, അതിനുള്ള എമൗണ്ട്, അതായത് ഇപ്പം സബ്സിഡി ആയിട്ടാണെങ്കിലും സബ്സിഡിയൊക്കെ കൊടുക്കുന്നത് പറയുന്നത് പല സബ്സിഡി ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ അറിയാം. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടാൻ പെടുന്ന പാട്. നമ്മളൊരു സബ്സിഡി സാധനം മേടിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയണം അതിൻ്റെ സബ്സിഡിയൊക്കെ ആയി വരാൻ വേണ്ടി. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പോംവഴി ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കാരണമാണ് പുതിയ തലമുറ കേരളം വിട്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം. അവർക്കവിടെ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവിടുത്തെ സ്വാതന്ത്ര്യം. നമ്മളിവിടെ നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിക്കുക. ഇവിടെ സന്ധ്യ കഴിഞ്ഞ് ഒരാൾക്ക് പുറത്തിറങ്ങി പോലും നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. അന്നേരം പോലീസായി അവരെ ചോദ്യം ചെയ്തലായി
അങ്ങനെ പല പ്രശ്നങ്ങളുമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പുതിയ തലമുറ അവർ സ്വാതന്ത്ര്യം തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകുന്നത്. അവർ പോകുന്നതെന്ന് ആലോചിക്കും. ഇപ്പോൾ ഈ UK, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവർ ഒരിക്കലും ഇനി തിരിച്ചു വരികയില്ല. അവരുടെ മക്കളാണേലും ആ തലമുറയിൽ പെട്ടെന്നവർ അവരവിടെ ജീവിക്കുകയുള്ളൂ. അവർ ഒരിക്കലും കേരളത്തിലേക്ക് പിന്നെ തിരിച്ചു വരികയില്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതോ നമ്മുടെ പുതിയ തലമുറയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരികവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പാരമ്പര്യവും ഒക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മളുടെ പേരക്കുട്ടികളും ഒക്കെ അവരുടെ വേരുകളെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആളില്ലാത്ത അവസ്ഥയിലേക്കും വരിക. ഇതൊന്നും നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ ഭരണാധികാരികളോ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നില്ല. എന്തു മാറ്റമാണ് കേരളത്തിൽ കൊണ്ടുവരേണ്ടത്? കേരളത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താണ്? തൊഴിലില്ലായ്മ, നല്ല വേതനം ലഭിക്കുക, നല്ല വരുമാനം. അതായത് മറ്റുള്ളവർ ജീവിക്കുന്നതിനൊപ്പം വരുമാനം ഏത് കർഷകന് പോലും കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കും. അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട. എന്തുകൊണ്ടാണ് അവരവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മളിവിടെ വലിയ 2 നില വീടുകളും അല്ലെങ്കിൽ വലിയ ബംഗ്ലാവുകളുമുള്ള മക്കൾ പോലും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഒറ്റ മുറികളിൽ അവരവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തലമുറ അവിടെ വളരുകയും നമ്മുടെ സംസ്കാരവും നമ്മളുടെ വേരുകളും ആ നാടുകളിൽ അറ്റുപോവുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ ഉന്നതിയിലെത്തുന്ന മലയാളി തലച്ചോറുകൾ എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ വലിയ വീഴ്ച കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഭരണാധികാരികൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആവുന്ന ഒരു ഭരണാധികാരിയാണ് ഒരു യഥാർത്ഥ ഭരണാധികാരിയാകുന്നത്. ഇനിയൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ അടുത്ത തവണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന ഭരണാധികാരികളെ വേണം നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഉറപ്പ് നൽകുന്നവർക്ക് മാത്രമേ നമ്മൾ വോട്ട് കൊടുക്കാവുള്ളൂ. ഇത് നമ്മളുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ മാതാപിതാക്കളും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് ഭരണാധികാരികളുടെ കണ്ണ് തുറക്കാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.